തിരുവനന്തപുരം വെമ്പായത്ത് ബാറിൽ നടന്ന അതിക്രമത്തിൽ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ബാറിൽ നടന്ന സംഘർഷത്തിൽ 2 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. 2 പേരാണ് മരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി മരണപ്പെട്ട നന്നാട്ടുകാവ് സ്വദേശി അനീഷാണ് ഇത്തരത്തിൽ ഈ അതിക്രമത്തിന് നേതൃത്വം നൽകിയത്, അഥവാ അതിക്രമത്തിന് മുന്നിൽ നിന്നത്. അതായത് പെട്രോൾ വാങ്ങി തീ കൊളുത്താൻ ശ്രമിച്ച അനീഷാണ് ഇന്ന് മരണപ്പെട്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ചീരാണിക്കര സ്വദേശി നവാസ് എന്നയാൾ മരണപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്തിയിരുന്നു. നിലവിൽ കൊലപാതകം ചെയ്തു എന്നാരോപിക്കപ്പെടുന്നയാളാണ് മരണത്തിന് കീഴടങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള കാരണം എന്താണ് എന്ന് പോലീസിന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കാര്യം, ഈ പൊള്ളലേറ്റ ആരുടെയും മൊഴിയെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട 6 പേർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. അതിൽ നൗഫൽ എന്നയാൾക്ക് മാത്രമാണ് നൗഫൽ എന്നയാളുടെ ആരോഗ്യസ്ഥിതി മാത്രമാണ് ഭേദപ്പെട്ട് തുടരുന്നത്. കാരണം നൗഫൽ ഇത്തരത്തിൽ പൊള്ളലേറ്റ ശേഷം ബൈക്ക് എടുത്ത് തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രകുളത്തിലേക്ക് ചാടിയ ശേഷം ആളുകളാണ് പിന്നീട് കന്യാകുളങ്ങര ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിൽ എല്ലാവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ 2 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കൊലപാതകം ചെയ്തു എന്ന് പറയുന്നയാൾ ആളും കൂടി മരണപ്പെടുകയാണ്. ഇതിൽ അനീഷിനും നവാസും തമ്മിലുള്ള പ്രശ്നമാണ് ഈ ഒരു അതിക്രമത്തിലേക്കോ കടന്നത് എന്ന ഒരു വാദമാണ് ഇപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. അതായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, അനീഷ് ആദ്യഘട്ടത്തിൽ ഈ 6 പേർ അടങ്ങുന്ന സംഘവുമായി ചേർന്ന് മദ്യപിച്ച ശേഷം എന്തോ പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ അത് മറ്റെന്തെങ്കിലും കാരണമാണോ എന്നറിയില്ല. ആ സംഘത്തിൽ നിന്ന് പുറത്തേക്ക് പോയാണ് പെട്രോൾ വാങ്ങിയ ശേഷം പിന്നീട് തിരികെ എത്തുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊലപാതകം ചെയ്തു എന്നാരോപിക്കുന്നയാൾ കൂടി മരണപ്പെടുകയാണ്. അപ്പോൾ ഇനി പോലീസ് അന്വേഷിക്കുക, ഇതിന് പിന്നിൽ പെട്രോൾ നൽകിയതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുണ്ടോ എന്നുള്ള അന്വേഷണം ഇനി ബാക്കി നിൽക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷയമുണ്ടായത്, അതിക്രമം ഉണ്ടാകാൻ കാരണമായത് പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ അതോ മറ്റെന്തെങ്കിലും വിഷയമാണോ എന്നുള്ളത് കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.